നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. അവിട്ടം നാളുകാർ ഈ മാസം പൊതുവെ എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വിട്ടൊഴിയും. പ്രവർത്തന രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് യാത്രകൾ വേണ്ടിവരും. ബന്ധുഗുണം വർദ്ധിക്കും. ആഡംബര വസ്തുക്കളിൽ താല്പര്യമുണ്ടാകും. ഉപഹാരങ്ങൾ ലഭിക്കാൻ ഇടയുള്ള മാസമാണ്. ഇവർക്ക് ചില ഉപഹാരങ്ങളൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നതിന് സാധിക്കും. ഗ്രഹനിർമ്മാണത്തിൽ ഉദ്ദേശിച്ചതിനേക്കാൾ ചെലവ് അധികരിക്കുന്നതിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദേവീഭജനമാണ് ഇവർ നടത്തേണ്ടത്. ദേവിയെ നിത്യേന പ്രാർത്ഥിക്കുക. കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദേവീ മഹാത്മ്യത്തിലെ നാരായണ സ്തുതി അടങ്ങിയ 11-ാം അധ്യായം പാരായണം ചെയ്യുക മുതലായ പരിഹാരങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്.